ഹദീസിൻ്റെ വിവിധങ്ങളായ തലങ്ങളെ പ്രഗത്ഭമതികളായ പണ്ഡിതന്മാരിലൂടെ ചർച്ച ചെയ്തു വരുന്ന വളരെ അർത്ഥസമ്പൂർണമായ ഒരു സംഗമത്തിനാണ് നാം ഓരോരുത്തരും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. സർവശക്തനായ അള്ളാഹു ഇത് ഫലവത്താക്കുമാറാകട്ടെ എന്ന് ഈ വിനീതൻ പ്രാർത്ഥിച്ചു കൊള്ളുകയാണ്. ഹദീസിൻ്റെ ആധുനികതയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ് ഈ വിനീതന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രവാചകൻ്റെ തിരുമൊഴികൾ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാണ്. അത് അങ്ങേയറ്റം ആധികാരികമാണ്, സൗന്ദര്യാത്മകമാണ്, അതോടൊപ്പം തന്നെ സമഗ്രമാണ്, ആധുനികവും ആണ്. പക്ഷേ ഒന്ന് ആധുനികമാവുക എന്നത് മാത്രമാണ് മഹത്വത്തിൻ്റെ മാനദണ്ഡമെന്ന് ഒന്നും നാം വിശ്വസിക്കുന്നില്ല. ശരിയായ ഗ്രാഹ്യമുള്ള ആർക്കും അങ്ങനെ വിശ്വസിക്കുക സാധ്യവും അല്ല. ആധുനികമെല്ലാം ക്ഷേമം, പുരാതനമായതെല്ലാം മോശം എന്ന സങ്കല്പം ബാലിശമാണ്. ആധുനികമായ മൂല്യങ്ങൾ എന്ന് നാം പറയുന്നത് പലതും പ്രാകൃതമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. പ്രാകൃത കാലത്ത് വ്യഭിചാരത്തിന് സമൂഹത്തിൽ സാർവത്രികമായ അംഗീകാരമുണ്ടായിരുന്നു, നമുക്കറിയാം. ആധുനിക കാലത്തിലും വ്യഭിചാരത്തിന് സാർവത്രികമായ അംഗീകാരമാണ്. അതുകൊണ്ട് ആധുനികമായെന്നുള്ളത് കൊണ്ട് അത് കേമമാകുന്നില്ല, ആധുനികം പ്രാകൃതമാകുന്നു. എല്ലാ ആധുനികവും കേമമല്ല. സ്വവർഗരതി ഒരു കാലഘട്ടത്തെ തകർത്തെറിഞ്ഞ ഒരു വലിയ സദാചാര ദുരന്തമാണ്. ഷതുവും നമുക്കറിയാം, ചാവുകടൽ അതിൻ്റെ നിത്യസാക്ഷിയായി ലോകത്തിന്നും വിരാജിക്കുമ്പോൾ. പക്ഷേ ഒരു പ്രാകൃത കാലഘട്ടത്തിൻ്റെ ആ സംസ്കാരം ഇന്ന് ആധുനിക കാലഘട്ടത്തിൻ്റെ മുഖമുദ്രയാണ്. നിയമപരമായ പരിരക്ഷ നമ്മുടെ സ്വന്തം രാജ്യത്ത് പോലും അതിന് ലഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ആധുനികമായിരിക്കുന്നു. അതുകൊണ്ട് അത് പ്രാകൃതമല്ലാതാകുന്നുണ്ടോ? അതുകൊണ്ട് പ്രവാചകൻ്റെ ഹദീസുകളെയും ഇസ്ലാമികമായ മൂല്യങ്ങളെയും ആധുനികമല്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, പ്രാകൃതമായ ആധുനികതയെ ഇസ്ലാമുമായി ഒരു നിലയ്ക്കും ഒത്തുപോവുക സാധ്യമല്ല എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പല ആധുനികതയും അങ്ങേയറ്റം പ്രാകൃതമാണ്. പല എന്നല്ല, ഒരുപാട് ആധുനികതകളും പ്രാകൃതമാണ് എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പരിശുദ്ധ ഹദീസുകൾ, പ്രവാചകരുടെ തിരുമൊഴികൾ ആധുനിക കാലഘട്ടത്തോട് ധാർമ്മികമായും കാലികമായും ശാസ്ത്രീയമായും സാംസ്കാരികമായും ഏറ്റവും മൂല്യവത്തായ നിലയിൽ സംവദിക്കുന്നു എന്നതാണ്, സമഗ്രതയോടുകൂടി സംവദിക്കുന്നു എന്നുള്ളതാണ് ഹദീസുകളുടെ പ്രസക്തി എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാതെ ഏറ്റവും പുതിയതെന്ന് ലോകം അംഗീകരിച്ചതും ലോകത്തിന് പ്രിയങ്കരവുമായ ആധുനികതയോട് ഹദീസ് ചേരുന്നുണ്ട് എന്ന് വാദിക്കാനോ അത് സ്ഥാപിക്കാനോ നമുക്ക് യാതൊരു ബാധ്യതയുമില്ല. എന്ന് മാത്രമല്ല, പലതും അങ്ങനെ അല്ലെന്ന് സ്ഥാപിക്കുക തന്നെയായിരിക്കും നമ്മുടെ ബാധ്യതയും. കാരണം ഇസ്ലാമിൻ്റെ പ്രവാചക സന്ദേശങ്ങളുടെ മൂല്യം ധാർമ്മികതയിലും സദാചാരത്തിലും അധിഷ്ഠിതമാണ്. അതുപോലെ തന്നെ കാലത്തോടത് സംവദിക്കുന്നതുമാണ്, സമഗ്രവുമാണ്. ഒരു ഹദീസ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സുപ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. മിഷ്കാത്ത് ഷരീഫിലും മറ്റും കിതാബുൽ ഈമാൻ്റെ ആദ്യ ഹദീസായി ചേർക്കപ്പെട്ടിരിക്കുന്ന, സമഗ്രമാണ്, ഇസ്ലാമിൻ്റെ ആകത്തുക അതിൽ അന്തർലീനമാണ് എന്നൊക്കെ പണ്ഡിതന്മാരാൽ വിലയിരുത്തപ്പെട്ട ഒരു ഹദീസാണിത്. ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്തയും, അന്നൊരു നാൾ ഞങ്ങൾ പ്രവാചക സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ പറയുന്നത്, ഇത് തലാ അലൈനാ റജുലുൻ ഷദീദു ബയാദ് സിയാബ്. ആ ഹദീസ് സമഗ്രമാണ്. അതിൽ ഈമാൻ എന്ത് എന്നുണ്ട്, ഇസ്ലാം എന്ത് എന്നുണ്ട്, ഇഹ്സാൻ എന്ത് എന്നുണ്ട്. അഥവാ ഇസ്ലാമിൻ്റെ ആകത്തുകയായ ഈ മൂന്ന് പദങ്ങളെയും സമഗ്രമായി വിശദീകരിക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ധാർമ്മികതയെ നിലനിർത്തുന്ന അന്ത്യനാൾ എന്ത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരണമുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും സമഗ്രമായി ഈ ഹദീസ് ചർച്ച ചെയ്യുന്നതിൻ്റെ ആമുഖം നാം വായിക്കുമ്പോൾ നാം അമ്പരന്നു പോകും. അവിടെ പറയുന്നു, ഇത് തല അലൈന റജുലുൻ ഷദീദു ബയാദി സിയാബി ഷദീദി സവാദി ഷഅർ. അപ്പോൾ ഞങ്ങൾക്കിടയിലേക്ക് അതാ ഒരു നവാഗതൻ കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രൂപഹാവാദികളെക്കുറിച്ചാണ് ആദ്യ ഭാഗത്ത് സവിസ്തരമായി തന്നെ പ്രതിപാദിക്കുന്നത്. അദ്ദേഹം നല്ല തൂവെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, ചുളി വീഴാത്ത വസ്ത്രം, അഴുക്കിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത വസ്ത്രം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ മുടികൾ, കറുത്തിരുണ്ട മുടികൾ നന്നായി ചീകി ഒതുക്കിയതാണ്. എന്ന് പറഞ്ഞാൽ ഈ കടന്നു വരുന്ന നവാഗതൻ്റെ അപ്പിയറൻസിനെ സംബന്ധിച്ചാണ് ഈ ഹദീസിൻ്റെ ആമുഖം എന്ന് നാം കാണേണ്ടതുണ്ട്. അപ്പോൾ സ്മാർട്ട് അപ്പിയറൻസ് എന്നതിൻ്റെ ഒരു പ്രാധാന്യം, ഒരു സദസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ അപ്പിയറൻസിൻ്റെ പ്രാധാന്യത്തെ ഈ ഹദീസ് അതിൻ്റെ ആമുഖത്തിൽ വർണ്ണിക്കുകയാണ്. ഒരു സദസ്സിൽ കടന്നു വരുന്ന ആളുകൾ സദസ്സിലേക്ക് വരുമ്പോൾ കുളിച്ചിട്ട് വരണമെന്നോ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിട്ട് വരണമെന്നോ ഒന്നും ഒരു നിർബന്ധവുമില്ലാതിരുന്ന പ്രാകൃതമായ അറേബ്യൻ കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിലാണിതൊന്ന് ഓർക്കണം. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു നാൾ പ്രവാചകൻ്റെ പള്ളിയിൽ ജുമാ നമസ്കാരത്തിനായി ജനം കുമിഞ്ഞുകൂടി. ഉഷ്ണം അധികമായപ്പോൾ ജനങ്ങളുടെ വിയർപ്പിൻ്റെ ദുർഗന്ധം കൊണ്ട് പള്ളിയാകെ പൊറുതിമുട്ടി, വീർപ്പുമുട്ടി. അതിൻ്റെ അസ്വസ്ഥത അവിടെ കൂടിയവർക്കെല്ലാം അനുഭവവേദ്യമായി. അന്ന് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും വെള്ളിയാഴ്ചകളിൽ കുളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ അത് ഉത്തമവും പ്രതിഫലാർഹവുമാകുമായിരുന്നുവെന്ന്. അന്ന് മുതൽ ഇസ്ലാമിൽ വെള്ളിയാഴ്ച കുളി, ജുമഅയ്ക്ക് വേണ്ടിയുള്ള കുളി സുന്നത്തായി കൽപ്പിക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഇത് പോലും വരുന്നതിനു മുമ്പുള്ളൊരു കാലം, പ്രവാചക സന്നിധിയിലേക്ക് കടന്നു വന്ന വ്യക്തിയുടെ അപ്പിയറൻസ് ഇത്ര മനോഹരമായി വർണ്ണിക്കുന്നുവെങ്കിൽ, ഒരു സദസ്സിലേക്ക്, സമൂഹത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തി സ്മാർട്ടായി, വൃത്തിയായി, ശുദ്ധിയോടെ കടന്നു പോകണമെന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഒരു മെസ്സേജ് നൽകുന്നതിന് ഒട്ടും ലോഭം വരുത്താതെ ഈ ഹദീസ് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണുകയല്ലേ. ഹദീസിൻ്റെ സമഗ്രതയാണിത് സൂചിപ്പിക്കുന്നത്. ശേഷം പറയുന്നു, ലാ യഅരിഫുഹു മിന്നാ അഹദ് ലാ യുറാ അലൈഹി അസറു സഫർ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൽ യാത്രയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, എന്നാൽ ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അറിയില്ല, അപരിചിതനാണ് താനും. ഇനി പറയുന്നത് എന്താ? ഹത്താ ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹം പ്രവാചകൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഫാസ്നദ റുക്ബത്തൈഹി ഇലാ റുക്ബത്തൈഹി. ചെന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ വീണ്ടും പറയുന്നു, ഫാസ്നദ റുക്ബത്തൈഹി ഇലാ റുക്ബത്തൈഹി. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ പ്രവാചകൻ്റെ കാൽമുട്ടുകളോട് ചേർത്ത് വെച്ചു എന്ന്. എന്തിനാണ് ഇത് പറയുന്നത്? ഇവിടെ മാനറിസമാണ്. എങ്ങനെയാണ് ഒരു സദസ്സിൽ വന്ന അച്ചടക്കത്തോടു കൂടി ഒരു മനുഷ്യൻ ഇരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ മാനറിസം. ആദ്യം പറഞ്ഞത് അപ്പിയറൻസിൻ്റെ പ്രാധാന്യമാണ്, രണ്ടാമത് മാനറിസത്തിൻ്റെ പ്രാധാന്യമാണ്. കൈത്തലം അദ്ദേഹത്തിൻ്റെ കൈമുട്ടുകളിൽ അദ്ദേഹം പതിച്ചു വെച്ചു. നോക്കൂ, മുട്ടോട് പ്രവാചകനോട് ചേർത്ത് വെച്ചു. അദ്ദേഹത്തിൻ്റെ കൈ പത്തികൾ മുട്ടുകളുടെ മുകളിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ മാനറിസവും കൂടി പരിചയപ്പെടുത്തുകയാണ്. ഒരു ഹദീസ് എത്രമാത്രം സമഗ്രമാകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നും നമുക്കറിയാം, പല സദസ്സുകളിലും പ്രമുഖരാണെന്നൊക്കെ അവകാശപ്പെടുന്ന പലരും പങ്കെടുക്കുമ്പോൾ അവർ വേദികളിൽ കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ച് അവരുടെ കാൽ വെള്ളകൾ ശ്രോതാക്കളായ സദസ്യരുടെ മുഖത്തേക്ക് നീട്ടിവെച്ചൊക്കെ ഇരിക്കുന്ന തികച്ചും അന്തസ്സില്ലാത്ത ഒരുതരം മാനറിസം ആധുനിക കാലം പോലും കാഴ്ചവെക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ആധുനികമാണ് അവിടെ ആ ആഗതൻ പ്രദർശിപ്പിച്ച ഈ സംസ്കാരം എന്ന് വളരെ കൃത്യമായ നിലയിൽ ലോകത്തിന് സന്ദേശമായി ഈ ഹദീസ് കൈമാറുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? സ്ത്രീകൾ പലപ്പോഴും സദസ്സിൻ്റെ വേദികളിൽ കയറി വരും ഷോർട്ട് സ്കർട്ടുകൾ ധരിച്ചുകൊണ്ട്. അവർക്ക് പോലും ആത്മലജ്ജ അനുഭവപ്പെട്ടിട്ട് അവർ പലപ്പോഴും കാലുകളൊക്കെ ചുറ്റിപ്പിണച്ച് സർപ്പം പോലെ പിണച്ചു വെച്ച കാലുകളുമായി വേദിയിലിരിക്കുന്ന കാഴ്ചയൊക്കെ നാം കാണുന്ന ആധുനിക ലോകത്ത്. എന്താണ് യഥാർത്ഥത്തിൽ ആധുനികമാകേണ്ടത് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ആധുനികമാണോ എന്നതല്ല, പ്രാചീനമായാലും ആധുനികമായാലും
ഒരു മനുഷ്യൻ്റെ അപ്പിയറൻസ് എങ്ങനെയാകണം, മാനറിസം എങ്ങനെയാകണം, ഈ ഹദീസ് പഠിപ്പിക്കുകയാണ്. എത്ര സമഗ്രമാണ് ഈ ഹദീസ്! അന്നെന്ന പോലെ ഇന്നും, ഇന്നെന്ന പോലെ എന്നും ഈ ഹദീസ് പ്രസക്തമല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. ശേഷം ഈ ആഗതൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സമഗ്രത. യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദേ എനിക്ക് ഇസ്ലാം എന്താണെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും. പ്രവാചകൻ ഇസ്ലാമിനെ സമഗ്രമായി വിവരിക്കുന്നു. അതൊന്നും വിശദീകരിക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. വളരെ കൃത്യമായി ഇസ്ലാം എന്താണ്. അതിനുശേഷം അദ്ദേഹം മറുപടി പറയുന്നു, സദഖത്ത, സദഖത്ത, അങ്ങ് പറഞ്ഞത് സത്യമാണ് എന്ന്. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, എങ്കിൽ അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. അതിന് പ്രവാചകൻ ഈമാൻ എന്താണെന്ന് ആ 6 അടിസ്ഥാന കാര്യങ്ങളും സമഗ്രമായി തൂക്കി അളന്നു മുറിച്ച വാക്കുകളിൽ പ്രവാചകൻ അവതരിപ്പിക്കുന്നു ആ ഹദീസിൽ. ചോദ്യകർത്താവ് അവസാനിപ്പിക്കുന്നില്ല, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, എങ്കിൽ ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞു തരൂ. വളരെ മനോഹരമായ മറുപടിയിലൂടെ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, താങ്കൾ അള്ളാഹുവിനെ കാണുന്നു എന്ന വിധത്തിൽ ആരാധിക്കണം. അള്ളാഹു തൻ്റെ മുമ്പിലുണ്ടെന്ന വിധത്തിൽ അടിമപ്പെടണം. അവന് ജീവിതം മുഴുവൻ അള്ളാഹുവിന് അടിമപ്പെടലാണ്. തൻ്റെ അള്ളാഹു എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിലാകണം നിൻ്റെ ജീവിതം എന്ന്. ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യുക എന്നാണല്ലോ. ഒറ്റവാക്കിൽ ഇതിനർത്ഥം പറഞ്ഞാൽ അഴകോടെ മികവോടെ പ്രവർത്തിക്കുക എന്നാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അഴകോടെ മികവോടെ ഒരു മനുഷ്യന് പ്രവർത്തിക്കാനാകണമെങ്കിൽ തൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചയാൾ നിരീക്ഷിക്കുന്നു, കാണുന്നു എന്ന ബോധ്യത്തോടു കൂടി ചെയ്യലാണ്. CCTVക്ക് മുമ്പിൽ, ക്യാമറയ്ക്ക് മുമ്പിലാകുമ്പോൾ നമ്മൾ കൂടുതൽ വളരെ കൃത്യത, അക്യുറസി, അതുപോലെ തന്നെ സൂക്ഷ്മത നാം കാത്തു സൂക്ഷിക്കാറുണ്ടല്ലോ. മികച്ച പെർഫോമൻസിന് വേണ്ടി നാം ഉദ്യമിക്കാറുണ്ടല്ലോ. ഈ ഉദ്യമം ഓരോ മനുഷ്യനിലും ക്യാമറയും CCTVയും ഇല്ലാത്ത കാലഘട്ടത്തിലും സൃഷ്ടിക്കാൻ കഴിയുന്ന ഇഹ്സാൻ, അത് ഈ ഹദീസിൻ്റെ സമഗ്രതയാണ്. ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ സമഗ്രത, പ്രവാചകൻ്റെ ഉത്തരത്തിൻ്റെ കൃത്യത, ആ ഓരോ ഉത്തരത്തിനും സദഖത്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് അദ്ദേഹം മറുപടി കൂടി പറയുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്നു, കൃത്യമായി ഉത്തരം കേട്ടിട്ട് മറുപടി താങ്കൾ സത്യം പറഞ്ഞു എന്ന് പറയുന്നു. അംഗീകരിക്കാനുള്ള വ്യഗ്രത, ചോദ്യത്തിൻ്റെ കൃത്യത, മറുപടിയുടെ സമഗ്രത, അംഗീകരിക്കാനുള്ള വ്യഗ്രത എല്ലാം ഈ ഹദീസ് ലോകത്തെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്, ഉത്തരത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. എത്ര മനോഹരമാണ് ഹദീസുകളൊക്കെ നമ്മൾ പഠനവിധേയമാക്കിയാൽ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ശേഷം വീണ്ടും ചോദിക്കുന്നു, എന്താണ് അന്ത്യനാൾ എന്നൊന്ന് പറഞ്ഞു തരുമോ? ഇസ്ലാമിൽ അന്ത്യനാളില്ലാത്ത ഒരു ഇസ്ലാമില്ല. അന്ത്യനാളാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മാനവികതയെ നിയന്ത്രിക്കുന്നത്, സദാചാരത്തെ, ധാർമ്മികതയെ പിടിച്ചു നിർത്തുന്നത്. അന്ത്യനാൾ, ഒരു മരണാനന്തര ജീവിതം, ഒരു മരണാനന്തര നവലോകം, അതില്ല എങ്കിൽ ഈ ലോകത്ത് ആർക്കും എന്തുമാകാം. അതുകൊണ്ട് ആ ചോദ്യവും കൂടി ഉൾപ്പെടുമ്പോൾ മാത്രമേ ഈ ഹദീസ് സമഗ്രമാകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ ചോദ്യകർത്താവ് ചോദിക്കുന്നു, എന്താണ് മുഹമ്മദേ അന്ത്യനാൾ, അല്ലെങ്കിൽ എന്നാണ് അന്ത്യനാൾ എന്നാണ് മത്തസ്സാഅ. അപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടിയല്ല അവിടെ. മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ, താങ്കളെക്കാൾ എനിക്ക് അക്കാര്യത്തിൽ കൂടുതൽ അറിവില്ല എന്ന മറുപടിയിലൂടെ പ്രവാചകൻ അവിടെ അവസാനിപ്പിക്കുന്നു. അഥവാ അന്ത്യനാളെന്ന് പറയുന്നത് വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടതല്ല. ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ കർമ്മങ്ങളാണ് അന്ത്യനാളിൻ്റെ ദൈർഘ്യം നിയന്ത്രിക്കുന്നത് എന്ന് ആ ഹദീസ് സൂചിപ്പിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അന്ത്യനാളിനെ ദീർഘിപ്പിക്കാം, വേണമെങ്കിൽ അന്ത്യനാളിനെ ചുരുക്കാം നമ്മുടെ കർമ്മങ്ങളിലൂടെ. വീണ്ടും അതിൻ്റെ അടയാളം ചോദിക്കുന്നു, കാലത്തോട് ഹദീസുകൾ സംവദിക്കുന്ന ശൈലികൾ. ഈ ഒരൊറ്റ ഹദീസിൽ എത്രയെല്ലാം നമുക്ക് വായിച്ചെടുക്കാനാവുന്നു എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. എങ്കിൽ അതിൻ്റെ അടയാളം പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ, അൻ തലിദൽ അമത്തു റബ്ബത്തഹ, അടിമ സ്ത്രീ തൻ്റെ യജമാനത്തിക്ക് ജന്മം നൽകുന്ന കാലം വന്നാൽ അന്ത്യനാളായി എന്ന് കണക്ക് കൂട്ടിക്കൊള്ളുക എന്ന്. ആധുനിക കാലത്തെയല്ലേ ഈ ഹദീസിൻ്റെ പദാവലികൾ പ്രതിനിധീകരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അടിമകളായി ഇന്നലകളിൽ സമൂഹത്തിൽ അധകൃതരായി അവഗണിക്കപ്പെട്ടിരുന്നവരുടെ മക്കൾ ഇന്ന് പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരുമായി വിരാജിക്കുന്ന ഒരു കാലത്തെ നാം സാക്ഷ്യം വഹിക്കുമ്പോൾ, അമേരിക്കയിൽ ബറാക്ക് ഒബാമമാരും
ഇന്ത്യൻ വംശജയായ കമല ഹാരിസുമാരുമൊക്കെ വർണ്ണവെറിയൻ ട്രംപുമാരുടെ തലയ്ക്കു മുകളിൽ അധികാര കസേരയിലേക്ക് കയറി ചെല്ലുമ്പോൾ അൻ തലിതൽ അമത്തു റബ്ബത്തഹ എന്ന ഹദീസിന്, അടിമസ്ത്രീ യജമാനത്തിക്ക് ജന്മം നൽകുക എന്ന ഹദീസിന് ആധുനിക മുഖമില്ലേ എന്ന് നാം ആലോചിക്കണം. പോരാഞ്ഞ് നിർത്താതെ പ്രവാചകൻ പറയുന്നു, വൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്തരി യതതാവലൂന ഫിൽ ബുനിയാൻ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, കാലിൽ പാദരക്ഷകൾ ധരിക്കാൻ വകയില്ലാത്ത, അതുപോലെ പരമദരിദ്രരായ ആടുമേയ്ച്ച് നടന്നവർ, ടോളൻ യതതാവലൂൻ, തൂൽ എന്ന അറബി വാക്കിൽ നിന്നാണത്, തൂലിൽ നിന്നാണ് ടോൾ വന്നത്. ടോളൻ ആൻഡ് ടോളസ്റ്റ് ബിൽഡിങ്ങുകളിൽ അഭിരമിക്കുന്ന കാഴ്ച കാണുന്ന കാലം വന്നാൽ അന്ത്യനാളായി എന്ന് നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളൂ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം മുതൽ അവസാനം വരെ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം, ആ ഹദീസിൻ്റെ പശ്ചാത്തല വിവരണം, അതിലെ അപ്പിയറൻസ്, മാനറിസം, അതുപോലെ തന്നെ ചോദ്യത്തെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ ശൈലി, അതോടൊപ്പം തന്നെ ആധുനികതയോട് സംവദിക്കുന്ന അന്ത്യനാൾ എപ്പോൾ, അതിൻ്റെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നതിനോട് വളരെ കൃത്യമായി പുതിയ കാലത്തിന് മാത്രം ഉത്തരം നൽകാൻ കഴിഞ്ഞ ഉത്തരങ്ങളിലൂടെ പ്രതിനിധീകരിക്കുന്ന ഹദീസുകൾ, ഇതൊക്കെ ആരെയാണ് അമ്പരപ്പിക്കാത്തത്? എത്ര ആധുനികമാണ്, എത്ര കാലോചിതമാണ്, എത്ര സമഗ്രമാണ് ഹദീസുകൾ എന്നതിൻ്റെ സൂചനയായി ഈ ഒരൊറ്റ ഹദീസ് മാറുന്നത് പലപ്പോഴും എന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇനിയും എത്രയെത്ര ഹദീസുകൾ ഇത്തരത്തിൽ നമുക്ക് വിചിന്തനത്തിന് വിധേയമാണ്. അള്ളാഹു പ്രവാചകൻ്റെ തിരുമൊഴികളുടെ സമഗ്രത, അതിൻ്റെ ആഴം, അതിൻ്റെ ആധുനികത ഒക്കെ തിരിച്ചറിഞ്ഞ് ആധുനികമല്ല എന്ന് അലറി വിളിക്കുന്നവരോട് ആധുനികമാകണമെന്ന് ഞങ്ങൾക്ക് വാശിയില്ല, മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ആധുനികതയോടെ ഹദീസുകൾക്ക് ബാധ്യതയും പ്രതിബദ്ധതയുമുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയണം. അതിനൊക്കെ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, ദുആ ചെയ്തുകൊണ്ട് മഹനീയമായ ഈ സംരംഭത്തിൽ ഭാഗഭാക്കാകാൻ അവസരം നൽകിയ ഇതിൻ്റെ സാരഥികൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ സന്തോഷങ്ങളും ഹൃദയംഗമമായി പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലം വ ആഖിറ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി.